ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മളെ കാത്തിരുന്ന ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായി. ഒരുപാട് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ എപ്പോഴും ചോദിക്കത്തില്ലേ പറഞ്ഞത് എന്താ വരുന്നതെന്നുള്ളത്. ഇതേപോലെ ഓരോന്ന് വരും. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിൽ നിന്ന് KVS വരും, അതിന്റെ ബാക്കിൽ നിന്ന് തന്നെ NVS വരും, AES വരും, DTPS വരും. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം തന്നെ എല്ലാം തുടരെ വരും. നമ്മൾ പഠിച്ചു തീർത്താൽ മതി. അപ്പം EMRSന്റെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസീസ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യാൻ തയ്യാറായിക്കോളൂ. അപ്ലൈ ഡേറ്റും കാര്യങ്ങളെല്ലാം പറയാം. നമുക്ക് 23/10/2025 ഓക്കെ, 23-ാം തീയതി മുതലാണ് നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, 23-ാം തീയതി മുതൽ 23 23/10/2025 ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റ് തുടങ്ങുന്നത്. ഓക്കെ, ഈ മാസം 23-ാം തീയതി മുതൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇത് നടത്തുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. EMRSന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ്. ഓക്കെ, ESSC 2.0 2025 വേക്കൻസീസ് പ്രിൻസിപ്പൽ 225, PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ 1460, TGT 3962, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550, ഹോസ്റ്റൽ വാർഡൻ 635, അതുപോലെ തന്നെ അക്കൗണ്ടന്റ് 61, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് 146. ടോട്ടല് 7267 വേക്കൻസി. ടോട്ടല് 7267 വേക്കൻസിയുമായിട്ട് EMRSന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അപ്പൊ ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരാനുണ്ട്. ഇത് 2 ടയർ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. വളരെ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന പോലുള്ള സെയിം എക്സാംസും, രണ്ടാമത് സബ്ജക്ട് ബേസ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പോസ്റ്റിന്റെ എണ്ണം മാത്രമാണ്. നെക്സ്റ്റ് വീഡിയോയില് നിങ്ങൾ ഇതിന്റെ എക്സാം പാറ്റേൺ അതുപോലെ തന്നെ സിലബസ്, ഓക്കെ, എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KVSന്റെയും NVSന്റെയും EMRSന്റെയും ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. TGT PGT എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 7736650473 പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം 7267 വേക്കൻസീസുമായിട്ട് EMSന്റെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഏകലവ്യ സ്കൂള് സെൻട്രൽ ഗവൺമെന്റ് സ്കൂളാണ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്കൂളാണ്. ഇത് നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഓക്കെ, മൊത്തം 757ഓളം സ്കൂളുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 5 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി അതർ സ്റ്റേറ്റിലാണ് സ്കൂളുകൾ വരുന്നത്. ഓക്കെ, അതിൽ വേക്കൻസീസ് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് A പോസ്റ്റ് പ്രിൻസിപ്പൽ ആണ്. 116 പോസ്റ്റുകളാണ് അൺറിസർവ്ഡ് ആയിട്ട് വരുന്നത്. ടോട്ടൽ 225 പോസ്റ്റുകളാണ്. ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും സിലബസും കാര്യങ്ങളും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം. PGT അതായത് TGT നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ അതാത് വിഷയത്തിലുള്ള B.Ed പ്ലസ് CTET 2 PGT അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ PG പ്ലസ് B.Ed മാത്രമാണ്. അവിടെ നെറ്റോ സെറ്റോ കേറ്റിട്ടോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ ഏജ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഏജ്, ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും കൂടെ ഉള്ള നോർമൽ ഏജ് എന്ന് പറയുന്നത് TGTയുടെ ഏജ് 35 വയസ്സും TGT എന്ന് പറയുന്നത് 35ഉം PGTയുടെ ഏജ് എന്ന് പറയുന്നത് 45ഉമാണ്. എന്നാൽ ഗേൾസിന് മാത്രം 45 അല്ല 40ഉമാണ് ജനറൽ ഏജ് എന്ന് പറയുന്നത്. ഗേൾസിന് 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എന്റെ പ്രിയപ്പെട്ട വുമൻ ടീച്ചേഴ്സും, സ്ത്രീകളായിട്ടുള്ള, ലേഡീസ് ആയിട്ടുള്ള, ഗേൾസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറയുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രായമൊന്നും കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾക്ക് 50 വയസ്സ് വരെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് തയ്യാറാവുക. 50 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. PGTക്ക് അപ്ലൈ ചെയ്യാം. TGTക്ക് നിങ്ങൾക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഗേൾസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ രണ്ടാമത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ് PGT. അപ്പൊ അതിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. മൊത്തം 1460 പോസ്റ്റാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അൺറിസർവ്ഡ് 611, EWS 141, OBC 318, SC 215, ST 105,
ബാക്കിയുള്ളത് ദിവ്യാംഗരാണ്, അവിടെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് TGT-യിലേക്ക് വരുമ്പോഴത്തെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ, മൊത്തം 2550 പോസ്റ്റുകൾ. അൺറിസർവ്ഡ് 1044, EWS 253, OBC 685, SC 380, ST 188, ബാക്കിയുള്ള അതർ ദിവ്യാംഗർ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോസ്റ്റുകളാണ്. നെക്സ്റ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ റീജിയണൽ ലാംഗ്വേജ്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ മലയാളം പഠിച്ചവർക്ക് വേക്കൻസി ഉണ്ടോ, മലയാളം പഠിച്ചവർക്ക് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? ഉണ്ട്. അതാ മലയാളം വേക്കൻസീസ് മൊത്തം 2 വേക്കൻസീസ് അൺറിസർവ്ഡ് ആയിട്ട് 2 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. മലയാളംകാർക്ക് 2 വേക്കൻസീസ് ആണ് നിലവില് EMRS വിളിച്ചിരിക്കുന്നത്. കാരണം കേരളത്തില് മലയാളം റീജിയണൽ ഉള്ള സ്കൂളുകളുടെ എണ്ണം കുറവാണ്, 5 സ്കൂളുകളേ ഉള്ളൂ. അതിൽ 2 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. മലയാളത്തിൽ സീറ്റിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് നോൺ ടീച്ചിങ്. നമ്മുടെ നിമ്മിയെ പോലുള്ളവരൊക്കെ എപ്പോഴും ചോദിക്കുന്നത് നോൺ ടീച്ചിങ് ആയിട്ടുള്ള കാര്യം. നോൺ ടീച്ചിങ്ങിൽ ഏതൊക്കെ വിളിച്ചിട്ടുണ്ടോ? നോൺ ടീച്ചിങ് നിങ്ങൾക്ക് ഹോസ്റ്റൽ വാർഡൻ അപ്ലൈ ചെയ്യാം. അതായത് ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ അപ്ലൈ ചെയ്യാം. ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആയിട്ട് 346 289 വിളിച്ചിട്ടുണ്ട്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അത് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവരൊക്കെ പറ്റുള്ളൂ. അക്കൗണ്ടന്റ് 61, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് 146, മൊത്തം 1620 വേക്കൻസീസ്. അൺറിസർവ്ഡ് 618, EWS 159, OBC NCA നോൺ ക്രിമിലിയർ 435, SC 240, ST 118, ബാക്കി ദിവ്യാംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നോൺ ടീച്ചിങ്ങുകാർക്കും വൻ അവസരം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മിസ്സലേനിയസ് ആയിട്ടുള്ള നമ്മളെ PET മാഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റർ, അതുപോലെ ലൈബ്രറിയൻ 124 പോസ്റ്റ് നിങ്ങൾ വിളിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടില്ലേ? 124 പോസ്റ്റ് വിളിച്ചിരിക്കുന്നു. ലൈബ്രറിയൻ, PET, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് വിളിച്ചിരിക്കുന്നു. 299, 173, ആർട്സ് ടീച്ചർ 370, മ്യൂസിക് ടീച്ചർ 314 വിളിച്ചിരിക്കുന്നു. അതിൽ ഓരോ കാറ്റഗറിയും പറയുകയാണെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ട് 494, EWS 116, OBC 318, SC 175, ST 86 ദിവ്യാംഗരണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഉള്ളവർ തീർച്ചയായിട്ടും തയ്യാറായിക്കൊള്ളുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കി തരാം. ഇതിന്റെ ഓരോ പോസ്റ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഏജ് റിലാക്സേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിന്റെ സിലബസ് എന്താണ്, ഇത് 2 ടയർ എക്സാം ആണ് എങ്കിൽ എന്താണ് ആ 2 ടയർ എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്നാൽ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോവാം. 2 ടയർ എന്ന് പറയുമ്പോൾ ടയർ 1 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എക്സാംസ്, ജനറൽ പ്ലസ് സബ്ജക്റ്റ് ഉള്ള നോർമൽ എക്സാംസും. സെക്കൻഡ് ടയർ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് മാത്രമായിട്ടുള്ളത് ടീച്ചിങ്ങിനാണ് വരുന്നത് 2 ടയർ വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും 23-ാം തീയതി മുതൽ നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. ഇനി പഠന സഹായത്തിന് വേണ്ടി, ക്ലാസ്സിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ദയവായിട്ട് എല്ലാവരും ഈ വീഡിയോ, ഈ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് എക്കണോമിക് ആയിട്ടുള്ള മീൻസ് ക്യാഷ് വരുന്ന ഒരു ചാനലേ അല്ല. ഒരു കാര്യം മനസ്സിലാക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് കൂടുതൽ പേരിലേക്ക്, നിങ്ങളെ പോലെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന, പ്രായം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ജോലിക്ക് വേണ്ടി ജോലി ഇല്ല ഇനി എന്റെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊക്കെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറയുന്നത്. ഇഷ്ടമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള വീഡിയോ ഇതിന്റെ ബാക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു, വെൽക്കം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വന്ദേ മാതരം, ജയ് ഹിന്ദ്.